ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫ്രില്ലഡ് ഗൗൺ ആണ് ചെയ്യണത്. അത് നമ്മൾ പ്രിൻസസ് കട്ടിലാണ് ചെയ്തെടുക്കണത് കേട്ടോ. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ 3.5 മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതില് ലൈനിങ് ഞാൻ യോക്കിന് മാത്രമേ കൊടുക്കണുള്ളൂ. സ്കേർട്ട് പാർട്ടിൽ ഞാൻ ലൈനിങ് കൊടുക്കണില്ല. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിന്റെ കട്ടിങ്, ബോഡി പാർട്ടിന്റെ കട്ടിങ് ലൈനിങ്ങിൽ കാണിക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഞാൻ ബോഡി പാർട്ടിന്റെ കട്ടിങ് ഇവിടെ ഇതുപോലെ ഒരു പേപ്പറിൽ കാണിക്കാം. അപ്പൊ ഇത് വെച്ചിട്ട് ഈ പേപ്പർ കട്ടിങ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലോത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ബോഡി പാർട്ടിന്റെ മെഷർമെന്റ്സ് നമ്മൾ ഇതില് മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം ഇതില് പ്രിൻസസ് കട്ടിലാണ് നമ്മൾ ടോപ്പ് ബോഡി പാർട്ടിന്റെ ഭാഗം യോക്ക് പാർട്ട് നമ്മൾ ചെയ്തെടുക്കണം. അപ്പൊ അതിനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എത്രയാണോ നമ്മുടെ ഷോൾഡർ വെച്ചാൽ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആം ഹോളിന്റെ ലെങ്ത് മാർക്ക് ചെയ്തു. വേസ്റ്റ് വിഡ്ത്ത് ഞാൻ ജസ്റ്റ് ഒരു അളവാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അളവിലാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ പിന്നെ ബോഡി പാർട്ടിന്റെ ലെങ്ത് എത്രയാണെന്ന് വെച്ചാല് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നോർമലി നമുക്കൊരു 15-14 ഒക്കെയാണ് വേണ്ടത്. അതിന്റെ കൂടെ നമ്മൾ ഒരു 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇടണം. പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ പാർട്ട് കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു 2 ഇഞ്ചോളം എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ചിന് 2 ഇഞ്ചിന് നമ്മൾ നമ്മുടെ ബോഡി പാർട്ടിൽ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം കേട്ടോ. ഫുൾ ലെങ്ത് ബോഡി പാർട്ടിന്റെ ലെങ്ത്തിന്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇപ്പൊ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു, ആം ഹോൾ മാർക്ക് ചെയ്തു, ചെസ്റ്റിന്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തു. അതിനുശേഷം വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ആം ഹോൾ കർവ് ചെയ്തു. ഫ്രണ്ട് ആം ഹോളും ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തു, 1/4 ഇഞ്ചില് കുഴിച്ചിട്ട് വരച്ചു. ഇനി ഇവിടെ നമ്മൾ നെക്ക് വിഡ്ത്ത് നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ നെക്കിന്റെ വിഡ്ത്ത് വേണ്ടത് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം. അതിനുശേഷം നെക്കിന്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 4 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വരച്ചെടുക്കാം. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ യു വന്നിട്ട് താഴത്തേക്ക് ഒരു വി വരുന്ന ഷേപ്പിലാണ് ഇതിന്റെ നെക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള മെഷർമെന്റ് പ്രിൻസസ് കട്ടിൻ്റെത് നമ്മൾ ചെയ്യണത്. ആദ്യം തന്നെ നമ്മൾ ഷോൾഡറിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഷോൾഡറിന്റെ സെന്റർ മാർക്ക് ചെയ്യാം. അതിന്ന് നേരെ താഴോട്ട് ബസ്റ്റ് പോയിന്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇതിന്റെ മാർക്കിങ് ചെയ്യണത്. അപ്പോ നമ്മളൊരു 38 ചെസ്റ്റ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു 9.5 ഇഞ്ചാണ് ബസ്റ്റ് പോയിന്റ് വരിക. അപ്പൊ 9.5 ഇഞ്ച് ഞാൻ ഇവിടെ 9.5 അല്ല മാർക്ക് ചെയ്യണത്. എനിക്ക് ഈ പേപ്പറിൽ ലെങ്ത് അത്ര കിട്ടില്ല. അപ്പൊ ഞാനിവിടെ 7.5 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ബസ്റ്റ് പോയിന്റ്, നിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മള് സ്ട്രാപ്പ് ഒന്ന് വലിച്ചിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം. അപ്പൊ നിപ്പിൾ പോയിന്റ് 40-42 ഒക്കെ ഉള്ളവർക്ക് 10-11 ഇഞ്ചൊക്കെ വരും. 38-36 ഒക്കെ ഉള്ളവർക്ക് 9.5 ഇഞ്ച് വരും. അപ്പൊ അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് നമ്മുടെ ആം ഹോളിന്റെ സെന്റർ കാണാം. അപ്പൊ ഇവിടെ 9 ഇഞ്ചുള്ളത്, 9 ഇഞ്ചിന്റെ പകുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4.25 ഇഞ്ച് അല്ലെ, ഇങ്ങനെ വെക്കുക. ഷോൾഡറിന്റെ സ്ലോപ്പ് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് നമ്മൾ ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് ഈ റൗണ്ട് ഒന്ന് അളന്നെടുക്കുക. അപ്പൊ ഇവിടെ 9.25 വരുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ 4.5 ഇഞ്ചില് നമ്മളിവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതാണ് ആം ഹോളിന്റെ സെന്റർ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഈ പോയിന്റിന്ന് ഈ ഒരു ബസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ കർവ് ചെയ്തിട്ടൊന്ന് വരക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് വരക്കാം. ഇങ്ങനെ അങ്ങനെ വരച്ചതിന് ശേഷം ഈ നേരെ താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ വേസ്റ്റിന്റെ ലെങ്ത് എത്രയാണോ ഉള്ളത് ആ ഭാഗത്തേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരക്കുക. അതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഈ സൈഡിലേക്കും 1/2 ഇഞ്ച് ഈ സൈഡിലേക്കും ഇതുപോലെ മാർക്ക് ചെയ്യാം. താഴെന്ന് ഒരു 3 ഇഞ്ചില് ഒരു മാർക്കിങ് കൊടുക്കുക. ഇത് നമ്മള് ഒരു ഡാട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ താഴത്ത് കേട്ടോ. 1/2 ഇഞ്ചിൽ ഒരു ഡാട്ട് കൊടുക്കുക.
ഇത്രേ ഉള്ളൂ. അപ്പൊ പ്രിൻസസ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആം ഹോളിന്റെ സെന്റർ കണ്ടുപിടിക്കുക. സെന്റർ കണ്ടുപിടിച്ചിട്ട് സെന്ററിന്ന് ബസ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കുക, നിപ്പിൾ പോയിന്റ്. ഷോൾഡറിന്റെ സെന്ററിൽ ടാപ്പ് വെച്ചിട്ട് താഴേക്ക് നിപ്പിൾ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് നിപ്പിൾ പോയിന്റും നമ്മുടെ ആം ഹോളിന്റെ സെന്റർ പോയിന്റും കൂടിയിട്ട് ഇതേപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴേന്ന് മേലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ½ ഇഞ്ചിൽ ഒരു ഡാട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബാക്ക് നെക്കിന്റെ അളവില് നമ്മൾ എന്ത് ചെയ്യുക, മൊത്തം ക്ലോത്ത് ഈ ഒരു മെഷർമെന്റിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ട് അതിന് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ പ്രിൻസസ് കട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ആദ്യം ബാക്ക് പാർട്ട് ഇതേപോലെ ബാക്ക് നെക്ക് കട്ട് ചെയ്തു. അതിനുശേഷം ഷോൾഡർ സ്ലോപ്പ്, അതിനുശേഷം നമ്മുടെ ആം ഹോള്, ബാക്ക് ആം ഹോളിലാണ് നമ്മൾ കട്ട് ചെയ്യണത് കേട്ടോ. ബാക്ക് ആം ഹോള് കട്ട് ചെയ്തു. അതിനുശേഷം നമ്മള് വേസ്റ്റിന്റെ ഭാഗം കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് എന്താണ് ഇതിന്ന് ബാക്കത്തെ പാർട്ട് കൊണ്ട് മാറ്റി വെക്കണം. അപ്പൊ ഇതേപോലെ ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മളിതാ ഈ ഒരു പോയിന്റിന്ന് ഇതേപോലെ നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു സൈഡില് ഇവിടെ ഡാട്ട് ഉണ്ട്. അപ്പൊ ആ ഡാട്ടിനെയും കൂടി നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യുക, കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇതിനെങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കും. അതാണ് സ്റ്റിച്ചിങ്ങിൽ കാണിക്കുക. അപ്പൊ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ലെങ്ത്തിന്റെ ചെറിയൊരു വ്യത്യാസം വരും. അതിനാണല്ലോ നമ്മളിവിടെ എക്സ്ട്രാ 2 ഇഞ്ച് ഇട്ട് കൊടുത്ത്, 2 ഇല്ലെങ്കിൽ 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ബോഡി പാർട്ടിൽ ഇട്ട് കൊടുക്കണം. ½ ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും സ്കേർട്ട് ആയിട്ട് ബോഡി പാർട്ട് ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ചും പിന്നെ നമ്മൾ ഈ കട്ടിങ്ങിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ വരുന്ന വ്യത്യാസം ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ കട്ടിങ്, പ്രിൻസസ് കട്ടിന്റെ കട്ടിങ് പോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കും. ഇവിടെ നമ്മൾ ആ ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്ത മെഷർമെന്റ് വെച്ചിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ സൈഡിലാണ് നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്ത പീസ് വരുന്നത്. അപ്പൊ അത് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ പിന്നൊക്കെ ഒന്ന് കുത്തിയിട്ട് വെച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്ത കാരണം നമ്മൾ മെയിൻ ക്ലോത്തിൽ നെക്ക് കട്ട് ചെയ്യില്ല. ഇനി ക്യാൻവാസ് വെച്ചിട്ടാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ്ങിൽ നെക്ക് കട്ട് ചെയ്യേണ്ട, എക്സ്ട്രാ ഒരു പീസില് നമ്മൾ ക്യാൻവാസിൽ എന്ത് ചെയ്യുക, നെക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അതില് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം, നമ്മൾ ആം ഹോളിന്റെ മെഷർമെന്റ് എടുക്കണം. അപ്പൊ ഇതേപോലെ ടാപ്പ് നമ്മൾ ഷോൾഡർ പോയിന്റ് മുതൽ നമ്മള് സ്ലീവിന്റെ റൗണ്ട് കട്ട് ചെയ്ത വരെ നമ്മൾ അളന്നെടുക്കുക. അളന്നെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയാണോ കിട്ടിയത് വെച്ചാൽ അതിന്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മളിവിടെ 3.5 മീറ്റർ ക്ലോത്ത് എടുത്തേന്ന് നമ്മളിപ്പോ 1/2 മീറ്ററോളം നമുക്ക് ബോഡി പാർട്ടിനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിന്ന് ഒരു സൈഡിൽ നിന്ന് തന്നെ ഇതുപോലെ ക്ലോത്ത് 4 ആക്കിയിട്ട് മടക്കുക. അപ്പൊ ആം ഹോളിന്റെ വിഡ്ത്ത് എത്രയാണോ കിട്ടിയത് അതിനേക്കാളും 1 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്ലോത്ത് 4 ആക്കിയിട്ട് മടക്കിയിടണം. 4 ആക്കി മടക്കിയിട്ടിട്ട് ആം ഹോളിന്റെ റൗണ്ട് എത്രയാണ് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം. അതിനുശേഷം അവിടുന്ന് താഴേക്ക് 3 ഇഞ്ച് നമ്മൾ ആം ഹോള് കർവ് ചെയ്യാനുള്ള ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് താഴത്തെ വിഡ്ത്ത് വേണം അല്ലെ, ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ 17 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മളിവിടെ 17 ഇഞ്ച് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്തു. ഇനി താഴത്തെ റൗണ്ട് എത്രയാണ്, 12 ഇഞ്ചാണ് വരുന്നത്. അപ്പൊ 6 ഇഞ്ചിന്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തമ്പും കൂട്ടിയിട്ട് നമ്മൾ 7 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക താഴ്ഭാഗത്ത്. ഇനി അവിടുന്ന് നമുക്ക് നേരെ നമുക്ക് എന്ത് ചെയ്യണം, സൈഡിൽ നിന്ന് നമ്മൾ ആം ഹോള് കർവ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആം ഹോള് കർവ് ചെയ്ത 3 ഇഞ്ചിന്റെ പോയിന്റിലേക്ക് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം താഴത്തേക്കും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് താഴത്തെ വിഡ്ത്തിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യാം. അതിനുശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുക, സ്ലീവിന്റെ പാർട്ട് അവിടുന്ന് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ക്ലോത്തിലാണ് നമ്മൾ നമ്മുടെ സ്കേർട്ടിന്റെ ഭാഗം ചെയ്യണത്. അപ്പൊ ഞാനിവിടെ സ്ലീവ്
ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തത്. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ മെഷർമെന്റ് ബോഡി പാർട്ടിന്ന് അളവെടുത്തപ്പോൾ സ്ലീവ് കിട്ടിയത്, ആം ഹോൾ റൗണ്ട് കിട്ടിയത് വെച്ചാല് അതിന്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് വേണം നിങ്ങൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പൊ സ്ലീവ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ താഴത്ത് നമ്മൾ ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് നമുക്കൊരു 3 ഇഞ്ചിന്റെ പീസ് വേണം. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണിക്കാം. ഇനി നമുക്ക് എക്സ്ട്രാ വന്ന ക്ലോത്തുകൾ, ബാലൻസ് വന്ന ക്ലോത്തുകൾ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമുക്ക് നമ്മുടെ വേസ്റ്റ് വിഡ്ത്തിനേക്കാളും 3 ഇരട്ടി ക്ലോത്ത് നമുക്ക് എവിടെ വേണം? നമ്മുടെ സ്കേർട്ടിന്റെ പാർട്ടിൽ വേണം. അതുപോലെ തന്നെ നമുക്ക് സ്കേർട്ടിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. നമുക്ക് ഫുൾ ലെങ്ത് വരുന്നത് 53 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ നമുക്ക് മൊത്തത്തിൽ 54 ഇഞ്ച് വേണം. അതിന്ന് നമ്മള് ബോഡി പാർട്ടിന്റെ മെഷർമെന്റ് 16 ഇഞ്ച് നമുക്ക് അതിന്ന് മൈനസ് ചെയ്യണം. ആ മൈനസ് ചെയ്തിട്ട് എത്രയാണോ കിട്ടുന്നത് ആ ഒരു മെഷർമെന്റ് നമുക്ക് നമ്മുടെ ക്ലോത്തില് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് കൂടെ എക്സ്ട്രാ 1 ഇഞ്ച് 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കുകയും വേണം. അപ്പൊ ബാക്കി വന്ന ക്ലോത്ത് പറഞ്ഞ 3.5 മീറ്ററിൽ 1/2 മീറ്റർ നമുക്ക് ബോഡി പാർട്ടിനും 1/2 മീറ്റർ നമുക്ക് സ്ലീവിനും പോയിട്ട് ബാക്കി നമുക്ക് 2 മീറ്റർ 2.5 മീറ്റർ ക്ലോത്ത് ഉണ്ടാവും. അപ്പൊ ആ 2.5 മീറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യണത്? ഫുള്ളായിട്ട് നമ്മൾ ഫ്രില്ല് ഇട്ടിട്ട് എടുക്കണത്. അപ്പൊ ഫ്രില്ല് ഇട്ടിട്ട് എടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ലെങ്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ചെസ്റ്റിന്റെ വേസ്റ്റിന്റെ 3 ഇരട്ടി ക്ലോത്ത് ഉണ്ടോ എന്നുള്ളതൊന്ന് മെഷർ ചെയ്ത് നോക്കുക. മെഷർ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ആ ഒരു ക്ലോത്തിൽ ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പൊ ഇവിടെ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യണ വീഡിയോ നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ അപ്ലോഡ്